അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കണേ. കരളിലെ വരമുരളിയിലൊരു തരളിതലയരാകും അതിലൊരു ശ്രുതിയാകുന്നുവോ കുളിരെഴുമൊരു മുകിലുരുകിയ മഴ തൊടുമതിലോലോ മനസ്സിലെ അനുരാഗങ്ങളിൽ ആരാരോ നീയാരോ അഴകേ അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ വ്ളോഗ് എന്ന് വെച്ചാല് നമ്മൾ ഫസ്റ്റ് ഇയറിൽ ഇങ്ങോട്ട് വന്ന സമയത്ത് അക്കാദമിക് ബേസിൽ എന്തൊക്കെ സാധനങ്ങളാണ് വാങ്ങിച്ചതെന്നുള്ളതാണ്. അപ്പൊ ഇതിന് പുറമെ നമുക്ക് ഇങ്ങോട്ട് വരുമ്പോഴുള്ള മസ്ഹാ സാധനങ്ങൾ എന്തൊക്കെയാന്നുള്ളത് നിങ്ങളൊരു സെപ്പറേറ്റ് വീഡിയോ ഉണ്ടാക്കും. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഫസ്റ്റ് ഇയേഴ്സിന് വരുമ്പോൾ ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട, ബേസിക് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ മാത്രം മതി. ഫസ്റ്റ് തന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ വൈറ്റ് കോട്ട് അല്ലെങ്കിൽ ആപ്രോൺ ആണ് വേണ്ടത്. നമ്മൾ ഇവിടേക്ക് വരുന്നതിന് മുന്നേ തന്നെ നമ്മൾ വന്നൊരു ഏജൻസി നമ്മൾക്ക് ഒരു ഡിപ്പാർട്ട്മെന്റ് മീറ്റ് കണ്ടക്ട് ചെയ്തിരുന്നു. അപ്പൊ അവിടെ വെച്ചിട്ട് നമുക്ക് എല്ലാവർക്കും ഒരു വൈറ്റ് കോട്ട് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ പുറമെ ഞങ്ങൾ 2 എക്സ്ട്രാ വൈറ്റ് കോട്ടും കൂടി മേടിച്ചു, ഫുൾ സ്ലീവ് ഉള്ളത്. ആൻഡ് നെക്സ്റ്റ് വൺ ഈ സ്റ്റെത്തോസ്കോപ്പ് ആണ്. അത് ഞങ്ങൾക്ക് ഏജൻസി പ്രൊവൈഡ് ചെയ്തിരുന്നു. അതിന്റെ ഫോട്ടോ ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. അതേപോലെ അന്നത്തെ പ്രോഗ്രാമിന്റെ ഫോട്ടോയും ഞങ്ങൾ കൊടുക്കും. അതുപോലെ തന്നെ അടുത്ത് നമുക്ക് വേണ്ട വെച്ചാൽ വൈറ്റ് ക്യാപ്പ് ആണ്. അത് നമുക്ക് വൈറ്റ് കോട്ട് അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്, അത്രമാത്രം തന്നെ നമുക്ക് ഇവിടെ വൈറ്റ് ക്യാപ്പ് നിർബന്ധമാണ്. നമുക്ക് നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് അറിയില്ലേനും വൈറ്റ് ക്യാപ്പ് വേണമെന്നാണ് അറിയില്ലേനും. അപ്പോൾ തന്നെ നമ്മൾ ഇവിടെ വന്നതിന് ശേഷമാണ് വാങ്ങിച്ചത്. പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ സ്ക്രബാണ്. നമുക്കിവിടെ ഫസ്റ്റ് ഇയറിൽ തന്നെ സർജറി എന്ന് പറഞ്ഞിട്ടുള്ള സബ്ജക്റ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ നമുക്ക് സ്ക്രബ് നിർബന്ധമാണ്. നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ നമ്മളോട് ഒരു നെവി ബ്ലൂ സ്ക്രബായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളെല്ലാവരും അത് വാങ്ങി. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം കുട്ടികളെല്ലാവരും നല്ല കളറായിട്ടുള്ള സ്ക്രബൊക്കെ ഇടുന്നുണ്ട്. അതൊന്നും ഇവിടെ സീനില്ല. നമുക്ക് ഹോസ്പിറ്റൽ വാർഡ്സിലൊക്കെ പോകുന്ന സമയത്ത് ലെഗ് കവേഴ്സ് നിർബന്ധമാണ്. സർജറിക്കൊക്കെ പോകുന്ന സമയത്ത് കോട്ടൺ ലെഗ് കവേഴ്സ് തന്നെ വേണം. അല്ലെങ്കിൽ നമുക്ക് പ്ലാസ്റ്റിക്കിന്റെ കിട്ടും. 2000 സോമ കൊടുത്താൽ നമുക്ക് അവിടെ നിന്ന് തന്നെ പ്ലാസ്റ്റിക്കിന്റെ കവേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ കയറുന്ന സമയത്ത് നമ്മൾ ക്രോക്സോ അല്ലെങ്കിൽ സ്ലൈഡ്സോ യൂസ് ചെയ്യണം. ഇവിടെ വന്നതിന് ശേഷമാണ് ഞങ്ങൾക്ക് BP കിറ്റ് വേണമെന്ന് മനസ്സിലായത്. ഞങ്ങൾ ഇവിടെ ഇന്റേണൽ ഡിസീസിനും അതേപോലെ തന്നെ പീഡിയാട്രിക്കിനും റൗണ്ട്സിനൊക്കെ പോകുമ്പോൾ ക്ലാസ്സിൽ 1-2 പേർക്കെങ്കിലും BP കിറ്റ് അത്യാവശ്യമാണ്. പിന്നെ നമ്മൾ എല്ലാവർക്കും ഉള്ള ഡൗട്ടാണ് നമ്മൾ ബുക്സിനെ കുറിച്ച്. നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് ബുക്സ് ആണ്. നമ്മൾ നാട്ടിൽ നിന്ന് വരുന്ന ടൈമിൽ തന്നെ നമ്മൾ സീനിയേഴ്സിനോടൊക്കെ ചോദിച്ചിരുന്നു ബുക്സിനെ കുറിച്ച്. അപ്പൊ അവരും പറഞ്ഞു ബുക്സ് ആണ്, ബുക്സ് നാട്ടിൽ നിന്ന് കൊണ്ടുവരണമെന്നൊക്കെ പറഞ്ഞത്. പക്ഷെ നമ്മൾ നാട്ടിൽ നിന്നൊക്കെ ബുക്ക് നോക്കി പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അനാട്ടമിന്റെ BD സർവീസിന്റെ 4 കോഡിയൊക്കെ ആയിട്ടാണ് വന്നത്. പക്ഷെ ഇതുവരെ അത് നോക്കിയിട്ടില്ല. നമുക്ക് മിസ് അല്ലാതെ തന്നെ അയച്ചു തരുന്ന PDF നോക്കിയിട്ടാണ് നമ്മൾ റെഫർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ MBBS ചേരുമ്പോൾ ആദ്യം എല്ലാവരും പറയല ഐപാഡ് മേടിക്കാനാണ്. അപ്പോൾ അതിന്റെ അത്ര ആവശ്യമൊന്നുമില്ല സത്യം പറഞ്ഞാല്. കാരണം നമ്മൾ ഐപാഡോ ടാബോ അല്ലെങ്കിൽ ലാപ്ടോപ്പോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. നമുക്ക് അതൊക്കെ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കൺവീനിയന്റ് ആയിട്ട് ഉപയോഗിക്കാന്നേ ഉള്ളൂ. നമുക്ക് ഇപ്പൊ ഡ്രോയിങ് ബുക്കിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഹിസ്റ്റോളജിക്ക് അനാട്ടമിക്ക് നമുക്ക് ഡ്രോയിങ് ബുക്ക് ഇവിടെ ആവശ്യമുണ്ട്. കാരണം നിങ്ങൾക്ക് അറിയാലോ ഹിസ്റ്റോളജിയിലൊക്കെ നമുക്ക് അത്യാവശ്യം നല്ലോണം വരയ്ക്കാനൊക്കെ തരും. പിന്നെ നോട്ട്ബുക്സിന്റെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഉസ്ബെക്കിസ്ഥാനിൽ ക്രോസ് നമുക്ക് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് സെക്കൻഡ് സ്റ്റാൻഡേർഡിലോ കിട്ടില്ല, ക്രോസ് ആയിട്ടുള്ള അതുപോലത്തെ നോട്ട്ബുക്സ് ആണ് കിട്ടുക. നമ്മളൊരു അഭിപ്രായം പറയുകയാണെങ്കിൽ ആ ബുക്സ് മതി. നാട്ടിൽ നിന്ന് വരുമ്പോഴേ നമുക്ക് വെയിറ്റ് കൂട്ടിയിട്ട് വേറെ നോട്ട്സും കാര്യങ്ങളും കൊണ്ടുവരേണ്ട ആവശ്യമില്ല. പിന്നെ സ്റ്റേഷനറിന്റെ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മള് നാട്ടിലത്ത് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ കുറച്ച് റേറ്റ് കൂടുതലാണ് സ്റ്റേഷനറി സാധനത്തിലൊക്കെ. അപ്പം അത്ര വെയിറ്റുള്ള സാധനങ്ങളല്ല. അപ്പം നമുക്ക് അത്യാവശ്യത്തിലുള്ള സാധനങ്ങളൊക്കെ നമ്മൾ നാട്ടിൽ വരുമ്പോഴേ കൊണ്ടുവരാം. പിന്നെ ഇത്രയൊക്കെ സാധനങ്ങളേ ഉള്ളൂ നമ്മൾ ഫസ്റ്റ് ഇയറിലേക്ക് നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങള്. അപ്പം ഇത്രയേ ഉള്ളൂ.